ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവാഭരണം കമ്മീഷണറുടെ ഓഫീസും സംശയനിഴലിൽ. അറസ്റ്റിലായ മുൻ കമ്മീഷണർ KS ബൈജുവിനെ ഇന്ന് റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. സ്വർണ്ണപ്പാളി ഇളക്കിയെടുക്കുമ്പോൾ ബൈജു ബോധപൂർവം സന്നിധാനത്ത് നിന്ന് വിട്ടുനിന്നു എന്ന് കണ്ടെത്തൽ. മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ പ്രത്യേക അന്വേഷണ സംഘം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ അധ്യക്ഷനെ ഇന്ന് പ്രഖ്യാപിക്കും. PS പ്രശാന്തിന് പകരം ഹരിപ്പാട് മുൻ MLA TK ദേവകുമാർ അധ്യക്ഷനായേക്കും. അന്തിമ തീരുമാനം ഇന്നത്തെ CPM സെക്രട്ടേറിയറ്റ്. അമേരിക്കയിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷം. ഷട്ട്ഡൌൺ 37 ദിവസം പിന്നിടുന്നു. താറുമാറായി സർക്കാർ സേവനങ്ങൾ. ജീവനക്കാരുടെ കുറവ് മൂലം 10% വിമാന സർവീസുകൾ വെട്ടിക്കുറയ്ക്കും. അന്താരാഷ്ട്ര സർവീസുകളെ ബാധിക്കില്ല എന്ന് സൂചന. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചെന്ന ആരോപണത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകി മരിച്ച കൊല്ലം സ്വദേശി വേണുവിന്റെ കുടുംബം. തൃശൂർ കുതിരാനിൽ ഇറങ്ങിയ ഒറ്റയാനെ തുരത്താൻ അടിയന്തര ദൗത്യവുമായി വനം വകുപ്പ്. വയനാട്ടിൽ നിന്ന് 2 കുങ്കിയാനകളെ എത്തിച്ചു. ഇന്നലെ രാത്രിയും വീടിന് നേരെ ആക്രമണം. ദൃശ്യങ്ങൾ പുറത്ത്.